എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, പക്ഷെ അത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ബജ്ജി ഉണ്ടാക്കുന്ന മുളക്. അപ്പൊ ഈ മുളക് ബജ്ജി നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ, മുളക് ബജ്ജി. അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുളക് ബജ്ജി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്ക് തന്നെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു 4 o'clock സ്നാക്കാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റേഷനിലേക്ക് പോവാം. നമ്മുടെ ഈ ബജ്ജി മുളക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയ സാധനങ്ങളാണ് അരിപ്പൊടി, മുളക് പൊടി, കടലമാവ്, സോഡപ്പൊടി, കായപ്പൊടി, പിന്നെ നമ്മുടെ ബജ്ജി മുളക്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ബജ്ജി മുളക് വറുത്തെടുക്കാം. ഞാനിതിനെ രണ്ടായിട്ടൊന്ന് കീറി മുറിക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ അരിയൊക്കെ എടുത്ത് കളയാം. ഇനി ഞാൻ ഓരോന്നിൻ്റെ അളവ് പറയാം കേട്ടോ. ഇനി നമ്മുടെ 1 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് എടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 പിഞ്ച് കായപ്പൊടി, അതുപോലെ തന്നെ ഞാനൊരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. 2 ചെറിയ പിഞ്ച് മതി കേട്ടോ. ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം തന്നെ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കരുത്. പതുക്കെ കുറച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം നമുക്ക് കട്ടയില്ലാതെ അതിനെ കുഴച്ചെടുക്കാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നന്നായിട്ട് അതിലെ കട്ടയൊക്കെ നമുക്ക് ഉടച്ച് വിടാൻ പറ്റും. എന്നിട്ട് വെള്ളം ആഡ് ചെയ്ത് പതുക്കെ അതിനെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മളുടെ മുളകിനെ ഓരോന്നായിട്ട് അതിലേക്ക് മുക്കി നമ്മുടെ എണ്ണയിൽ വറുത്തെടുക്കാൻ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് നിങ്ങൾ വറക്കുന്നതിന് മുൻപ് ഉപ്പൊക്കെ പാകമാണോ എന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഇതെല്ലാം വറുത്തെടുക്കുക. അപ്പം നമ്മുടെ എല്ലാ ട്രിപ്പും നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. നമ്മുടെ മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു 4 o'clock സ്നാക്കാണ്. കട്ടൻ ചായയുടെ കൂടെയോ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരും എടുത്തോ. പിന്നെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.